ഉത്ര കേസ് പ്രതി സൂരജ് പരോളിന് വ്യാജരേഖ നൽകിയതിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പൂജപ്പുര പോലീസ്. സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ പോലീസ് ചോദ്യം ചെയ്യും. അച്ഛന് ഗുരുതര രോഗമെന്ന സർട്ടിഫിക്കറ്റാണ് സൂരജ് നൽകിയത്. ഗുരുതര രോഗമെന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്ന് ഡോക്ടർ അറിയിച്ചിരുന്നു. പാമ്പിനെ വെച്ച് കൊന്ന കക്ഷിയല്ലേ, ഇതിനപ്പുറവും ഉണ്ടാക്കും. ഡോക്ടറെ ചോദ്യം ചെയ്യലിന് ശേഷം സൂരജിന്റെ അമ്മയെയും ചോദ്യം ചെയ്യും. റിനു സീതൻ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഈ സൂരജ് വ്യാജരേഖ ഉണ്ടാക്കി എന്ന് പറഞ്ഞതിൽ അത്ഭുതം കാണുന്നില്ല. ഒരു പാമ്പിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ആദ്യമായി സ്വന്തം ഭാര്യയെ കിടപ്പറയിൽ വെച്ച് കൊലപ്പെടുത്തിയ ഒരാളാണ് ഈ റിനു ഈ പറയുന്ന കക്ഷി. അപ്പോൾ റിനു സീതർ, ഈ അമ്മയുടെ സഹായവും മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഡോക്ടർ ഉറപ്പിച്ചു പറയുന്നു ഞാൻ ഗുരുതരാവസ്ഥയിലാണ് എന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പുറത്തുനിന്ന് ആരോ കൂട്ടിച്ചേർത്തതാണ്. അങ്ങനെയാണെങ്കിൽ വ്യാജരേഖ ചമച്ചു എന്നൊരു കുറ്റം കൂടി ഈ സൂരജിന്റെ പക്കൽ വരും അല്ലേ റിനു? എന്താണ് ഡോക്ടർ പറയുന്നത്? എന്താണ് പോലീസിന്റെ നീക്കം? അരുൺകുമാർ, പൂജപ്പുര പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പൂജപ്പുര പോലീസ് ഈ അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വലിയ രീതിയിൽ വാർത്തകളിലടക്കം ഇടനേടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ജയിലിൽ കിടന്നുകൊണ്ട് ഇത്തരം ഒരു നീക്കം നടത്തുവാൻ ഉത്തര കൊലക്കേസ് പ്രതിയായിട്ടുള്ള സൂരജിന് എങ്ങനെ കഴിഞ്ഞു എന്നടക്കം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അതിവേഗം പോലീസ് പഴുതുകളടച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡോക്ടർ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ ഇപ്പോൾ സ്ഥലത്തില്ല, അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തിലാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ വ്യാജരേഖ നൽകിയത് ഡോക്ടറാണ് എന്നുള്ളതാണ് ഈ കുടുംബം ഉറപ്പിച്ച് പറയുന്നതും ഈ രേഖ നൽകിയത്. പക്ഷേ ഇതിൽ സംശയം തോന്നിയാണ് ജയിലധികൃതർ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട് വാട്സപ്പ് വഴി ഈ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തതിന് ശേഷം ഈ വിവരങ്ങൾ ആരായുന്നത്. പക്ഷേ പോലീസിന് അത് പോരാ, കൃത്യമായി നേരിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡോക്ടറെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഡോക്ടർ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ സൂരജിന്റെ അച്ഛന് ഗുരുതര രോഗമുണ്ട് എന്ന് ഒരു കാരണവശാലും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ അത് എഴുതി ചേർത്തതാകാം എന്നുള്ളതാണ് പോലീസിന്റെയും ജയിൽ വകുപ്പ് അധികൃതരുടെയും ഒരു നിഗമനം. അത് ആര് എഴുതി ചേർത്തു? പ്രധാനമായും ഇതിൻ്റെയൊക്കെ തന്നെ കൈപ്പട ഒന്നാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നവരോട് അടക്കം ആ ഒരു രീതിയിലടക്കം അന്വേഷണം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂരജിന്റെ അമ്മയാണ് ഈ അപേക്ഷ സൂരജിന് വേണ്ടി നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മയെ അടക്കം പ്രതി ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ അമ്മയെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഡോക്ടറെ ചോദ്യം ചെയ്ത് വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രം മതി ഈ അമ്മയെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഡോക്ടർ, ഓക്കെ, താങ്ക് യു റിനു. സൂരജ് ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും എന്ന് നമുക്ക് കരുതാം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ക്രൂരനായിരുന്നു. ഈ ഒരു വിഷപ്പാമ്പിനെ ഉപയോഗിച്ച് സ്വന്തം ഭാര്യയെ കിടപ്പറയിൽ വെച്ച് കൊലപ്പെടുത്താൻ മാത്രം അല്ലേ? അപ്പോൾ അയാൾ ഇതും ചെയ്യും ഇതിൻ്റെ അപ്പുറവും ചെയ്യും എന്നാണ് നമ്മൾ പറയുക.